വയനാട് ചുണ്ടയിൽ ഒലിവുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അമൃത TV റിപ്പോർട്ടറും പ്രദേശവാസിയുമായ രതീഷ് കുഞ്ചത്തൂരാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. രതീഷ് സഞ്ചരിച്ച സ്കൂട്ടർ ആന തകർത്തു. വെള്ളിയാഴ്ച രാത്രി കൽപ്പറ്റയിൽ നിന്നും വീട്ടിലേക്ക് വന്ന രതീഷിന്റെ സ്കൂട്ടറിന് നേരെ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു. സ്കൂട്ടർ ഉപേക്ഷിച്ച് രതീഷ് ഓടി രക്ഷപ്പെട്ടു. സ്കൂട്ടർ തകർത്ത കാട്ടാന ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തിരിച്ചുപോയത്. മേപ്പാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വനപാലക സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വൈത്തിരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജനകീയ ഫെൻസിംഗ് നിർമ്മിച്ചുവെങ്കിലും ഫലപ്രദമല്ല. പല സ്ഥലത്തും ഫെൻസിംഗ് തകർന്നതോടെയാണ് കാട്ടാനയുടെ ശല്യം വീണ്ടും വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വണ്ടി നിർത്തി ഏകദേശം വീട്ടിലേക്ക് കയറുന്ന ഒരു അവസ്ഥയിലാണ് ഈ ആന പാഞ്ഞു വരികയും ഈ വണ്ടി എൻ്റെ ബൈക്കിലേക്ക് അതിൻ്റെ കൊമ്പ് കുത്തിയിറക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് മാറിയതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. ഇവിടെ ജനകീയ ഫെൻസിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. അത് സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു നടപടികളും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യങ്ങൾ അതിൻ്റെ വരവ് കൂടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെയേറെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളുമില്ല. ഇവിടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒലിവുമല, ചുണ്ടവയൽ, ഓടത്തോട് മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. പ്രദേശവാസികൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാനും കഴിയില്ല. കാട്ടാനയെ കൂടാതെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യവും പ്രദേശവാസികളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. കാട്ടാനശല്യം രൂക്ഷമായ ഈ പ്രദേശങ്ങളിൽ തെരുവ് വിളക്കും തകരാറിലാണ്. നിലവിലെ ഫെൻസിംഗിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.